ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാലോ. അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് ഞാൻ എൻ്റെ സെൽഫ് ലവിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. നമ്മളെയൊക്കെ നന്നായിട്ട് വേറെ ആർക്കാ നമ്മളെ സ്നേഹിക്കാൻ പറ്റുക. അപ്പോൾ ഞാനുണ്ടല്ലോ ഇതിൻ്റെ മേലെഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മേക്കപ്പ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. എന്ത് മേക്കപ്പ് ചെയ്യണേറ്റ് മുന്നേ തന്നെ നമ്മളെ മുഖം ഒന്ന് റെഡിയാക്കി എടുക്കണ്ടേ. അപ്പം ഞാനൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാമെന്ന്. ഇത് ഫോക്സ് ഗ്ലോ മോയ്സ്ചറൈസർ ആട്ടോ. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ്. അപ്പം അതാദ്യം ഇട്ടിട്ട് മുഖം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇപ്പം ആമസോണിലെ വാലന്റൈൻസ് ഡേ സെയിൽ ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മിനിമം ഒരു 40% ആണ് ഓഫിലാണ് സെയിൽ പോകുന്നത്. അപ്പം അറിയാലോ, ഈ സെയിലൊക്കെ പെട്ടെന്ന് തീരും. അപ്പം എന്തെങ്കിലുമൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ സെയിൽ തീരണേറ്റ് മുന്നേ മേടിക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ അധികം ഇപ്പം തീരെ ഉപയോഗിക്കാത്ത സാധനമാണ് കൺസീലർ, ഫൗണ്ടേഷൻ ഇതൊക്കെ. എന്നാലും ഞാൻ ഇതൊന്നും ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ മാമാരത്തിൻ്റെ ഒരു കൺസീലറാണ് കേട്ടോ. അപ്പം ഞാനത് ഫൗണ്ടേഷൻ പോലെ ഇത്തിരി ഇത്തിരി എടുത്തിട്ട് മുഖത്ത് എല്ലായിടത്തും കുഞ്ഞു കുഞ്ഞു ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് എനിക്ക് എൻ്റെ അണ്ടർ ഐസിന് നോക്കുകയാണെങ്കിൽ ഈ ഒരു കൺസീലർ കുറച്ച് എന്താ പറയുക, കളർ കൂടുതലാണ്. എന്തായാലും പറയാം, ഈ ഷെയ്ഡ് എനിക്ക് അണ്ടർ ഐസിന് പറ്റില്ല. പക്ഷേ ഇതുപോലെ ഫൗണ്ടേഷനൊക്കെ ആയിട്ട് ഇടാൻ ഇത് നല്ലൊരു ഷെയ്ഡാട്ടോ. അപ്പോൾ ഞാൻ വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ. എന്തധികം ആയാലും എനിക്ക് ഭയങ്കര പൊട്ടിയിട്ടുള്ള ലുക്ക് തോന്നും. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, പേടിയാണ് ഫൗണ്ടേഷനൊക്കെ ഇടാനായിട്ട്. ഉള്ള വൃത്തി പോകുമെന്ന് പറയില്ലേ. ചിലപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ നല്ല വൃത്തിൻ്റെ ഉണ്ടായിരിക്കും മുഖം. ഇതുമാതിരി മേക്കപ്പൊക്കെ കുറച്ചധികം ചെയ്തിട്ട് പോവാം, എവിടേക്കെങ്കിലും പോകാമെന്ന് വിചാരിച്ചാൽ നല്ല കുളമായ ലുക്കായിരിക്കും കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ നെറ്റ് ഫൗണ്ടേഷൻ എന്തെങ്കിലും ഉപയോഗിക്കേണ്ടി വന്നാലും ഇത്തിരി എടുത്തൂന്നറിയില്ല, അങ്ങനെയാട്ടോ ഉപയോഗിക്കാം. അപ്പോൾ ഇതേ ഞാനൊരു എന്താ പറയുക, ബ്രഷ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കണേ കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോഴാണ് ഞാൻ ഓർത്തെ കഴുത്തിൽ ഞാൻ ഇട്ടിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ വേഗം ഇത്തിരി എടുത്തിട്ട് കഴുത്തിലും കൂടെ ഒരു 4-5 ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് കഴുത്തിലും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം എന്താ പറയുക, ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും അത് കുറച്ചെടുത്ത് നമ്മൾ കഴുത്തിലും അപ്ലൈ ചെയ്യും. പക്ഷേ ഉപയോഗിച്ചിട്ട് വർഷങ്ങളായി കേട്ടോ. ഇതിന് മുന്നേറ്റ് കഴിഞ്ഞ പോലെ തോന്നുന്നുണ്ട് ഞാൻ പുറത്തൊക്കെ ഇട്ടിട്ട് പോയിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പൊട്ടിയടിച്ച ലുക്കാണ്. എന്താണ് എനിക്കറിയില്ല കേട്ടോ. അപ്പം ഞാനിതൊരു പൗഡർ വാങ്ങിയിട്ടുണ്ട്. ഇത് ഇൻസൈറ്റിൻ്റെ HD പൗഡർ, ലൂസ് പൗഡർ കേട്ടോ. എനിക്കിഷ്ടമായി കേട്ടോ ഈ പൗഡർ. അപ്പം ഞാൻ ഇത് അച്ചു എൻ്റെ അടുത്തില്ലേ പൗഡർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവന് വേണ്ടിയിട്ട് ഒരു ലൂസ് പൗഡർ വാങ്ങിയതാണ്. പക്ഷെ അവ ഉപയോഗിക്കണമെന്നില്ല. വാങ്ങിയിട്ട് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കൊടുത്തപ്പോൾ പിന്നെ അവന് വേണ്ട. അപ്പം ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. തുറക്കുമ്പോൾ തന്നെ ഇത് മുഖത്തേക്കൊക്കെ കൂടി തെറിച്ചു കേട്ടോ. അപ്പോൾ ഇത്തിരി നമ്മൾ അടപ്പിൻ്റെ മുകളിൽ ഒരു തരി ഉണ്ടായിരുന്നു കേട്ടോ, അതാണ് ഞാൻ എടുക്കണേ. ഇപ്പം ഈ പൗഡർ കുറേ അധികം ബ്രഷിലേക്ക് വരും. പിന്നെ നല്ല നല്ല വൈറ്റ് കളറായിരിക്കും. ഇതിപ്പോൾ ഇതല്ല, ഏത് ലൂസ് പൗഡർ ആയാലും ഏത് പൗഡർ ആയാലും നമ്മൾ കുറച്ച് അളവ് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലാക്കിൻ്റെ പോലെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇത്തിരി എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഇട്ട് കൊടുത്തിട്ടുള്ള മോയ്സ്ചറൈസറും പിന്നെ കൺസീലറൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി മാത്രം പൗഡർ കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് സെറ്റാക്കി. പിന്നെ എനിക്കുണ്ടല്ലോ മേക്കപ്പിൽ നിന്ന് ഞാൻ അങ്ങനെ ചെയ്യാൻ ഇപ്പം താല്പര്യപ്പെടാറില്ലെങ്കിലും സൺസ്ക്രീൻ ലോഷൻ ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊരു പൗഡർ വെച്ചിട്ട് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ മുഖം ഇങ്ങനെ എണ്ണയായിട്ടിരിക്കും. പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ എനിക്ക് ഇങ്ങനെ മുഖത്ത് പൊടിയൊക്കെ വന്നിരിക്കണ പോലെയൊക്കെ തോന്നും. അപ്പോൾ പൗഡർ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ. പിന്നെ ഇതാ ഞാൻ വല്ലാണ്ട് ചെയ്യാത്ത, എന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഐ ഷാഡോ ഇടൽ. പക്ഷേ പുറത്തൊന്നും പോകുമ്പോൾ ഇടാറില്ല കേട്ടോ. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ വരണ്ടേ ഐ ഷാഡോ ഇടാനായിട്ട്. അപ്പം ഞാനിത് ഈ 2 ഐ ഷാഡോ ഒരു എന്താ പറയുക, നല്ല കുറച്ച് ഗ്ലോസി ആയിട്ടുള്ള 2 ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആദ്യം ബ്രഷൊക്കെ എടുത്തു വെച്ചെങ്കിലും എനിക്കിത് ബ്രഷിൽ പറ്റുമെന്ന് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിരൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു ഷെയ്ഡ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഭയങ്കര ലൈറ്റായി പോയി. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. നമ്മളിങ്ങനെ മിനിമൽ മേക്കപ്പിനൊക്കെ പറ്റിയതാണ്. അപ്പോൾ എനിക്ക് ഇത്തിരി കൂടെ കുറച്ചുകൂടെ ഡാർക്ക് കളർ വേണം തോന്നി. അപ്പോൾ ഞാൻ രണ്ടാമത് ഫസ്റ്റ് കാണിച്ചില്ലേ, അപ്പോൾ ആ ഒരു ഷെയ്ഡും കൂടെ ഇതിന് മുകളിൽ ഇട്ട് കൊടുത്തു കേട്ടോ. അത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. അപ്പോൾ അതുകൂടി ഇട്ടെടുത്തപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ് വന്നു. അപ്പോൾ ഈ ഐ മേക്കപ്പ് ഒന്നും ഞാൻ ഡെയിലി ബേസിസിൽ ചെയ്യാറില്ല. ഞാൻ കാജലും അതെ
കൊല്ലത്തിൽ 2-3 പ്രാവശ്യമൊക്കെ കാജൽ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. ഞാൻ ഐലൈനർ വെച്ചിട്ട് താഴെ എഴുതി കൊടുക്കുക ചെയ്യുക, വാട്ടർ ലൈനിൻ്റെ താഴെ. അപ്പം ഈ കാജൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയിട്ടുണ്ട്. ഇത് എന്താ മസാബ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡില്ലേ, ലവ് ബൈ മസാബയോ അങ്ങനെ എന്തോ, ആ ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. അപ്പം ഞാനത് ഒന്ന് എഴുതി. ആദ്യം എഴുതുമ്പോൾ തീരെ വരണേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എഴുതാണ്ട് കുറച്ചധികം ഇങ്ങനെ എന്താ പറയുക, വരഞ്ഞിട്ടാണ് കളറ് വന്നത്. ഇത് എന്താ പറ്റിയെന്ന് ഞാൻ വിചാരിച്ചു. കണ്ണെഴുതിയപ്പം നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് കണ്ണെഴുതിയിട്ടുള്ള എൻ്റെ മുഖം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല നാച്ചുറൽ ലുക്കല്ലേ നമ്മൾ വാട്ടർ ലൈനിൽ കണ്ണെഴുതി കഴിഞ്ഞാൽ. പക്ഷെ എനിക്ക് അണ്ടർ ഐ ഡാർക്ക്നെസ് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ആ പണിക്ക് നിൽക്കാറില്ല. പിന്നെ ഇത് പുതിയൊരു ഐബ്രോ പെൻസില് മാർസിൻ്റെ അല്ല, ഏതോ ഇൻസൈറ്റോ സ്വിസ് ബ്യൂട്ടോ ഏതെനിക്കറിയില്ല, ലിങ്ക് കൊടുക്കാം കേട്ടോ. അത് നമ്മൾ ഈ ബ്രഷ് പോലത്തെ പെന്നില്ലേ, പെന്ന് പോലെ ഇരിക്കണേ കേട്ടോ. ഇത് ഞാൻ മുന്നേ ഈ ബ്രാൻഡിൻ്റെ അല്ല, ഈ ടൈപ്പ് ഐബ്രോ പെൻ മേടിച്ചിട്ട് ഭയങ്കര ഫ്ലോപ്പായി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ലാസ്റ്റ് ഞാനൊരു ലിപ് ഗ്ലോസ് എടുക്കുന്നത്, ഇത് കിറോൻ്റെ എന്തോ പേരൊന്നും ഷെയ്ഡിനും എനിക്ക് പെട്ടെന്ന് കിട്ടണില്ല. എല്ലാത്തിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഞാനുണ്ടല്ലോ ലിപ്പ് വരയ്ക്കാനായിട്ട് മുന്നേ തന്നെ ലിപ് ഗ്ലോസ് ഇട്ട് കൊടുത്തു കേട്ടോ, ആക്രാന്തം കൊണ്ട്. പിന്നെയാണ് എനിക്ക് ഞാൻ ഓർത്ത് നമ്മൾ ഈ ലിപ് ഗ്ലോസ് ഒക്കെ ഇടുന്നതിന് മുമ്പ് ഒന്ന് ചുണ്ട് വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വൃത്തിയിലിരിക്കുമല്ലോ എന്ന്. ഇത് നല്ല ഭംഗിയുള്ള ഒരു ബ്രൗൺ ഷെയ്ഡാട്ടോ, നല്ല രസമുണ്ട് ഈ ഷെയ്ഡ് കാണാനായിട്ട്. നിങ്ങൾക്ക് ഈ ലൈറ്റിൻ്റെ, ഞാൻ അവിടെ മുകളിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ലൈറ്റിലാണ് എൻ്റെ മുഖത്തേക്ക് ആ ലൈറ്റ് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കളർ ലൈറ്റായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാം. നല്ല ഭംഗിയുള്ള ഒരു ലിപ് ഗ്ലോസ് ആണ്. അത് എല്ലാ സ്കിൻകാർക്കും പറ്റും കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ ഇത് എല്ലാവർക്കും പറ്റുന്നതാണ്. പിന്നെ ഞാൻ മാർസിൻ്റെ ഒരു ലിപ് ലൈനർ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ആ ലിപ് ഗ്ലോസ് ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നിയിട്ടോ. എനിക്ക് ബ്രൗൺ ന്യൂഡ് ഷെയ്ഡുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ലിപ് ഗ്ലോസ് ആട്ടോ ഇത്. നല്ല രസമുണ്ട് കാണാൻ. അപ്പം ഇനി എന്താ പറയുക, ഏകദേശം മേക്കപ്പ് ഫിനിഷായി. പിന്നെ ഇനി വേണ്ടത് ഒരു പൊട്ടും കൂടിയാണ്. ഞാൻ പൊട്ട് വെക്കാതെ ഇപ്പോൾ അങ്ങനെ എന്താണ്, എനിക്കിങ്ങനെ നമ്മൾ മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ ഒരു പൊട്ട് വെച്ചില്ലെങ്കിൽ ഒരു പൂർണ്ണത എത്തിയ പോലെ തോന്നില്ല. അപ്പോൾ അതെ ഇത് ഈ ഒരു പൊട്ട് വെച്ചു കേട്ടോ. അത് വല്ലാതെ കാണണമെന്നില്ല, ഞാൻ അടുത്ത് വന്ന് കാണിച്ചേ. അപ്പോൾ തീർന്നു. നമ്മുടെ സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തന്നെ നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളെ വേറെ ആരും സ്നേഹിക്കുക. അപ്പം ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ മൈൻഡൊക്കെ മൂഡില്ലാണ്ടിരിക്കുമ്പോൾ നല്ല മേക്കപ്പ് ഒക്കെ ചെയ്യുക. അപ്പം എൻ്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ കൈ വെച്ചിരിക്കുന്നത് എന്താ പറയുക, ഞാൻ അവിടെ ഒരു അഴ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പൊക്കി പിടിച്ചതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം. ടാറ്റാ.